ഉണ്ണിയേട്ടൻ വന്നു. അയ്യേ, ഇതെന്റെ ഉണ്ണിയേട്ടനൊന്നുമല്ല. ഇതേതോ പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ട്. അനിയനാ? ആരുടെ അനിയൻ? അല്ല, ഉണ്ണിയുടെ അനിയനല്ലേ? അതെ. ആ, ഞാൻ ഉണ്ണിയുടെ ഫ്രണ്ടാ. ദുബായിൽ നിന്നാണ് വരവ്. എന്റെ പേര് ബിജു. BIJU, ബിജു. നല്ല പേരല്ലേ? അകത്തേക്ക്. നമസ്കാരം. സിസ്റ്റേഴ്സ് ആണല്ലേ? അയ്യോ, ആളെ കണ്ടപ്പോ ഒന്ന് പേടിച്ചുല്ലേ? പേടിക്കണ്ട, എന്റെ ഏട്ടൻ നല്ല സുന്ദരക്കുട്ടപ്പനാ. ആദ്യം അനിയൻ ഇരിക്കി. ഞങ്ങൾ ദുബായിക്കാരെ ഇരുത്തിയിട്ടേ ഇരിക്കാറുള്ളു. ഇരിക്കി. അച്ഛനാണല്ലേ? എന്റെ മോളുടെ. ഞാൻ വിചാരിച്ചു എന്റെ മോളുടെ ഇരിക്കുന്നു. ഔട്ട് ഹൗസിലെ പുതിയ താമസക്കാരാ. ആ വണ്ടി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് എടുത്തോ. എല്ലാം ഇങ്ങോട്ടേക്കുള്ളതാ. ഉണ്ണി തന്നുവിട്ടതാണേ. ഉണ്ണി വരുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷയോ? ലീവിനെ. വലിയ തിരക്കല്ലേ, ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല. അവിടെ എന്താ ജോലി? എനിക്ക് അവിടെ ഗോൾഡ് ഫാക്ടറിയിലാ ജോലി. തനിക്കല്ല, ഉണ്ണിക്ക്. ഉണ്ണി അവിടെ വലിയ പൊഷനിലല്ലേ? നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പൊഷനില്ലേ എന്ന് പറയുമ്പോ ദുബായിലെ ഷെയ്ക്കാ? അസ്സലാമലൈക്കും. നല്ല പവറുള്ള ജോലിയാ. ഉണ്ണി ഗവൺമെന്റിന്റെ ഗസ്റ്റ് അല്ലേ? ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്. ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്? ഗവൺമെന്റിന്റെ വലിയ കൊട്ടാരത്തില്. ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം. സദാസമയം പോലീസ് പ്രൊട്ടക്ഷൻ. ഉറങ്ങുമ്പോ പോലും പോലീസ് കാവൽ. ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ ബാല്യക്കാരാ. ഫുഡാണെങ്കിലാ 5 സ്റ്റാർ ഫുഡല്ലേ? ചിക്കൻ വേണോ, മട്ടൻ വേണോ, ഡക്ക് വേണോ? ഓ, ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് അമ്മേ. ഒരാള് കേറാനുണ്ടേ. കർത്താവേ, ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഇടവരുത്തല്ലേ. നമസ്കാരം. ഇവിടെ ഒപ്പിട്. ഇതാരുടെ ഒപ്പാടാ? എന്റെ അപ്പന്റെ ഒപ്പ. അപ്പം മരിച്ചപ്പോ എനിക്ക് തന്നതാ. മതി മതി മതി. ഈ സാധനങ്ങളൊക്കെ സ്റ്റോറി കൊണ്ട് ഏൽപ്പിച്ച് ഡ്രസ് മാറി സെല്ലോട്ട്. ഞാനിപ്പ ഡീസന്റ് ആയി സാറേ. ഇതെന്റെ പേഴ്സല്ലേ? അതല്ലേ പറഞ്ഞ ഞാൻ ഡീസന്റ് ആയിരുന്നു. പോണ വഴിക്ക് പോലീസ് വിളിച്ചാ കൊടുക്കാൻ ഒന്നും എന്റെ ഉണ്ടായിരുന്നില്ല. തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്തും ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് വല്ല ഉണ്ടടാ? തുറന്നു നോക്ക്. പറഞ്ഞു, നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. സാർ എന്നെ പുകട്ടരുത്, ഞാൻ പെരുങ്കള്ളനാകും. അകത്തോട്ട് പോടാ. ഈ പരോള് കഴിഞ്ഞു വന്ന വഴി ഞാൻ മറന്നു. ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് എത്തിയല്ലോ. ഹായ് എവരിബഡി, പൊറിഞ്ഞു വന്നു. ഞാനില്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. എന്തായി? നീ പറഞ്ഞ പോലെ കക്ഷി വന്ന് കാശുമായിട്ട് ഞാൻ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ആർക്കും സംശയം തോന്നിയില്ല? സംശയം? ഹേ, ഞാൻ ദുബായിക്കാരായി വിലസിയില്ലേ? എന്റെ ഹെയർ സ്റ്റൈൽ എന്നെ മാറ്റിക്കളഞ്ഞില്ലേ? ഫേസ് ഇത് തന്നെയല്ലേ, പിന്നെന്താ കാര്യം? എത്ര നല്ല ആൾക്കാരാടാ നിന്റെ വീട്ടുകാരി. നീ എങ്ങനെ കുടുംബത്തിൽ പിറന്നടാ? ഇവിടെ നീ പരമശിവം, അവിടെ ഉണ്ണി ദാമോദർ. നീ പെരുങ്ക. ഇതാര്? പണ്ടാർക്കലം വെച്ചിരിക്കണ എന്റെ ക്ലാസ്സാടാ. സത്യത്തിൽ ഇയാള് പോലീസ് അതോ കുള്ളനാ? കള്ളനാ? നീ നാട്ടിലൊക്കെ പോയൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോടാ പരമശിവം. അത് സാറി ഗ്ലാസ് വെച്ച് നോക്കിട്ട് തോന്നണതാ. പരോള് കഴിഞ്ഞു വന്നപ്പോ നീ എനിക്കെന്താ കൊണ്ടുവന്നേ? വെച്ചാലിണങ്ങാത്തൊരു കൂളിംഗ് ഗ്ലാസ് എത്തില്ലേ? ഇവനാ? ഇത് ദുബായിലുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഫ്രണ്ടോ? ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട്. ആ കക്ഷിയെ കൊണ്ട് എന്റെ വലിയേട്ടന്റെ മോളെ കെട്ടിക്കാൻ പോവാ.
ചെറുക്കന്റെ സ്വഭാവമൊക്കെ അന്വേഷിച്ചിട്ട് പോരെ കല്യാണം ഇല്ല പരമശിവ. ഞാൻ ആരാ? പോലീസാ. ആഹാ. ആ. അപ്പൊ ആ സംശയവും തീർന്നു. ഡാ, ഏ? ചെക്കനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്തു. ആണാ? അവന് 24 ക്യാരറ്റാ. എന്റെ വ്യാകുല മാതാവ് എന്നെ കൊല്ലും. ചുമ്മാ ഇരുടാ. ഇത് കണ്ട, ഇതവന് ദുബായിക്കുള്ള കത്താ. എന്തിനാ ഇപ്പൊ കത്ത്? കാര്യം അങ്ങോട്ട് നേരിട്ട് പറഞ്ഞൂടെ? അതിനും ദുബായിക്ക് പോയില്ലേ? ആ, അവൻ ദുബായിലെത്തി. ഇത് വെറും ഒരു കത്ത് മാത്രല്ല, ഒരു ലിസ്റ്റ് കൂടെ ഉണ്ട്. ഏ? ഒരു DVD, ഒരു TV, ഒരു മൊബൈൽ, അങ്ങനെ ചിന്ന ചിന്ന സാധനങ്ങള്. പോലീസല്ലേ മോനെ, ഓസിന് കിട്ടിയാ വിടുവാ. കാശിനൊക്കെ ഇപ്പൊ എന്താ വില? ടൈറ്റാ. ടൈറ്റാ? ചിന്നാടൻ ബാബുവിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഏമാർക്ക് വീശിന്നാണല്ലോ കേട്ടത്. എടാ പോടാ പോടാ. അത് ശരി. അപ്പൊ അതാണ് അവനോട് കാണാത്തത്. സാറേ, എന്താടാ? വാ. നീ എവിടേക്കാ? എഞ്ചാടാ? എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഉം. ഞാനിപ്പോ പരോളിന് നാട്ടിൽ പോയി. കയ്യെടുക്കടാ. അതെ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു. ആള് പറയാ ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് സ്ക്വാഡിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന്. ഇവിടെ? ആ, കള്ളത്തരത്തിൽ ചിലരെ ആശുപത്രി കിടത്താൻ കൂട്ടി നിൽക്കുന്നവരൊക്കെ പിടിച്ച് അകത്തിടും അത്രേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ. അയ്യോ. ആ പിന്നെ ഞാനിത് പറഞ്ഞു ആരോടും പറയരുത്. നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി പോകുന്ന എനിക്കൊന്ന് കാണണം. അവരും കുറച്ചു നാൾ തിന്നട്ടേന്നുണ്ടാ. എന്താ സാർ? ഉണ്ട കൊണ്ട് പോയതാ. ആരെ? ഒന്നുമില്ല. നീ 100 പേര് എണ്ണി തീരുന്നതിന് മുമ്പ് ചിന്നാടൻ ബാബു സെല്ലിലുണ്ടാവും. ചുമ്മാ എണ്ണടോ. 1 ആ 2 ആ 3. സത്യമാണോടു? അതെ സാർ. എന്താ കണക്ക് തെറ്റിക്കുന്ന? ഇത് വേറെ കണക്കാണ് സാറേ. ഈ എന്റെ കണക്ക് തെറ്റി. ഞാൻ എവിടെ നിർത്തിയത്? നീ നിർത്തിയതല്ല 85 മുതൽ ഞാൻ ഇവിടെ 85 86. ഞാൻ എവിടെ നിർത്തിയത്? സാർ 25. ആ 27 28. നിന്റെ ആരാടാ ദുബായിലുള്ളത്? ഇടക്കിടക്ക് കത്ത് വരുന്നുണ്ടല്ലോ. നമുക്കുണ്ട് സാറേ ദുബായിലൊക്കെ ഫ്രണ്ട്സുകള്. എനിക്കും ഉണ്ടപ്പോ നിനക്കും ഉണ്ട് ദുബായിൽ ഫ്രണ്ട്സ്. എനിക്കാരുമില്ല. നിന്നോട് ചോദിച്ചില്ല. അല്ല, ചോദിച്ചാൽ തന്നെ പറയാൻ ആരുമില്ലെന്ന് പറഞ്ഞത്. 2 കത്തോ? ഫ്രം ദിവാകരൻ, ജയിലർ, സെൻട്രൽ ജയിൽ. ഇതൊന്നും നിനക്ക് ദുബായിലേക്ക് അയച്ച കത്തല്ലേ? എന്തൊന്നും എഴുതി വെച്ചേക്കണാവോ? എന്തായാലും ഒന്ന് നോക്കിയേക്കാം. പ്രിയപ്പെട്ട എൻ്റെ ഉണ്ണിക്ക്, ഞാൻ ഗോപികയുടെ കൊരങ്ങച്ചൻ, കൊച്ചച്ചൻ, ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത്. കുത്തോ? ഈ ജയിലിലെ ശീലം വെച്ച് എഴുതിയായിരിക്കും കുത്തേ. കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റായിട്ട് DVD, TV, മൊബൈല്, ഇതൊക്കെ അയാളുടെ അപ്പനോടൊന്ന് നോക്കട്ടെ. ബാലുവിന്റെ കത്ത. ബാലുവിന് SS സെലക്ഷൻ കിട്ടി. അവൻ ട്രെയിനിങ്ങിന് ചേർന്നു. ബെസ്റ്റ്. ആദ്യത്തെ പോസ്റ്റിംഗ് ഈ ജയിലിലും ആയിരിക്കണം. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിക്കൂ? പറയാൻ പറ്റില്ല. നിന്റെ ബെസ്റ്റ് ടൈം അല്ലേ, ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. ചുമ്മാ ഇരടാ. മനുഷ്യനോട് പൈലോ ഒന്ന് ടെൻഷൻ അടിക്കുമ്പോൾ അവന്റെ ഒരു തമാശ. എന്നാ നീ ഒരു മറുപടി എഴുത്. നിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാ മതി. എടാ മണ്ട, ഒരു കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ നിന്ന് എഴുതിയാലും കയ്യിലെത്താൻ 1 മാസം എടുക്കും. ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അയച്ചോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എഴുതിയ കത്താണല്ലോ. ചേട്ടാ, ഈ കത്ത് എങ്ങനെ ഇവിടെ വന്ന്? സാർ ആരും നോക്കണത്? ഇത് കണ്ട, ഞാനിത് ദുബായിക്ക് എഴുതിയ കത്ത. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇനി ആ പോകുന്ന വിമാനത്തിൽ നിന്നെങ്ങാനും വിടതായിരിക്കോ? ആ വിമാനത്തിന് ഓട്ടയുണ്ടോ? അങ്ങനെ എനിക്ക് ഇത് ആര് പൊട്ടിച്ചോ? അല്ല, ഈ പൈലറ്റുമാര് വെറുതെ ഇരിക്കുമ്പോ എങ്ങനെ വായിച്ചു? റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത തെണ്ടികൾ, അന്യരുടെ കത്ത് വായിക്കുന്ന പട്ടികൾ. അല്ല, അനാവശ്യമായിട്ട് എന്തെങ്കിലും കത്തിൽ എഴുതിയിരുന്നു? എല്ലാ ആവശ്യമുള്ള സാധനങ്ങളാ. DVD, TV, മൊബൈൽ. ഇതിപ്പോ എന്റെ കൈ കിട്ടിയ ഇല്ലെങ്കിലോ ഞാൻ ഈ സാധനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ലേ? ഏതായാലും ഞാൻ ഇതൊന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ പോയത്. ഡോണ്ട് ഓപ്പൺ പൈലറ്റ് കൂടി പുറത്ത് എഴുതിക്കോ. അതെന്തിനാ? ഇല്ലെങ്കിൽ ഇനിയും പൊട്ടിച്ച് വായിച്ചാലോ? എഴുതി പോസ്റ്റ് ചെയ്യാം. അയ്യോ പാവം. ഈശ്വര, 1 മാസം കൂടി കഴിയുമ്പോ ഈ കത്ത് തന്നെ ഞാൻ